ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും വരാനിരിക്കുന്ന അതായത് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. ഇത് ഫുൾ വിശേഷമല്ല, ഞാൻ എടുത്തു പറയുകയാണ്. ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിലൊക്കെ വരാനിരിക്കുന്ന വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ചാനലിൽ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഒരു 3 മണിക്ക് ആകുമ്പോഴത്തേക്കും വരാനിരിക്കുന്ന വിശേഷമായിട്ട് എന്നും ഞാൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് ഏതായാലും ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് തന്നെ കടക്കാം. അപ്പം ഞാനിനി പറയാൻ പോകുന്നത് നമ്മുടെ സച്ചിക്കും രേവതിക്കും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് അത്രയ്ക്ക് നല്ല ദിവസങ്ങളല്ല, കുറച്ച് കഷ്ടകാലം പിടിച്ച ദിവസങ്ങളാണ്. അതിനിടയ്ക്ക് നല്ല ദിവസമൊക്കെ വരും കേട്ടോ. നമ്മുടെ സച്ചിക്ക് രേവതിക്കും അങ്ങനെ ഫുള്ള് കഷ്ടകാലമായിട്ട് കാണുന്നത് നമുക്കും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രേവതിക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ കഷ്ടകാലം പിടിച്ച ദിവസം എന്ന് പറയാം. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ശരത്ത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചു. ആ ഒരു പൈസ മോഷ്ടിച്ചത് നമ്മുടെ സച്ചിക്കറിയാം. സച്ചിയുടെ ഫോണിൽ അതിൻ്റെ എല്ലാ തെളിവുകളും അടങ്ങുന്ന വീഡിയോ ഉണ്ട്. അതായത് CCTVയിൽ നിന്നെടുത്ത ആ ഒരു വീഡിയോ ഉണ്ട്. ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്ന വീഡിയോ. ഇതിനിടയിൽ നമ്മുടെ സച്ചിയുടെ ഫോൺ അങ്ങോട്ട് മിസ്സാവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫോണിൻ്റെ അകത്താണേ ഈ ഒരു വീഡിയോ ഉള്ളത്. പിന്നെ പറയേണ്ടതുണ്ടോ? ഈ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയുടെ സ്വഭാവം അനുസരിച്ച് സച്ചിക്ക് പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ലോക്കൊന്നുമല്ല, ഫോൺ ലോക്കൊന്നും ആക്കുന്ന ഒരു ടൈപ്പ് അല്ല നമ്മുടെ സച്ചി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി ആ ഒരു വീഡിയോ അതിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ഫയലിനകത്ത് കിടപ്പുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ലീക്കായി പോവാണ്. അപ്പം ലീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്ക് തന്നെയല്ലേ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്. അങ്ങനെ ഒരു പൊട്ടത്തരം നമ്മുടെ സച്ചി കാണിക്കുകയാണ്. ഈ ലീക്കാകുകയും ഈ ഫോൺ പോവുകയും ഒക്കെ ചെയ്യുന്ന സച്ചിയുടെ കയ്യിലിരിപ്പ് കാരണമാണേ. നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു പാർട്ടിയുടെ ഇടയിൽ എന്ത് ചെയ്തു? മദ്യപിച്ചു, അമിതമായിട്ട് മദ്യപിച്ചു. മദ്യപിച്ചത് കൊണ്ട് ഫോണ് അവിടെ വെച്ചിട്ട് എടുക്കാൻ അങ്ങോട്ട് മറന്നു പോവാണ്. ഏതായാലും ബോധമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ ഫോണും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. സച്ചി ആണെങ്കിൽ അവിടെയും ഇവിടെയും ഒക്കെ പോയി തപ്പുന്നുണ്ട്. രേവതിയുടെ ഫോണിൽ നിന്ന് കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ആരുടെ കയ്യിൽ ഈ ഫോണ് കിട്ടിയെന്നൊന്നും അറിയില്ല. അപ്പോൾ വീട്ടിൽ ആകെപ്പാടെ പ്രശ്നങ്ങളാണേ. ആകെപ്പാടെ നമ്മുടെ രേവതിയും തളർന്നിരിക്കുകയാണ്. സച്ചേട്ടന് ഫോണില്ലാത്തത് കൊണ്ട് തന്നെ ഓട്ടോ ആരും വിളിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം, നമ്മുടെ രേവതിയുടെ പ്രശ്നം. അല്ലാതെ രേവതിക്കൊന്നും അറിയില്ലല്ലോ. രേവതിക്ക് ഇങ്ങനെ ഒരു വീഡിയോ സച്ചിയുടെ ഫോണിലുണ്ടെന്നോ അത് ലീക്കാകുന്നോ എന്നൊന്നും നമ്മുടെ രേവതിക്ക് അറിയില്ല. പക്ഷേ സച്ചിക്കറിയാം ആ ഒരു ഫോണിനകത്ത് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ലീക്കായാൽ പ്രശ്നമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ പരമാവധി ആ ഫോണ് തിരികെ പിടിക്കാൻ നമ്മുടെ സച്ചി ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഫോണ് കിട്ടുന്നില്ല കേട്ടോ. ആ ഫോണ് എന്തോ മിസ്സായി പോയി, അത് സ്വിച്ച് ഓഫും ആക്കി. മാത്രമല്ല എല്ലാവരും ചോദിക്കുകയും ചെയ്തു, അതിനകത്ത് ലോക്ക് വല്ലതും ഉണ്ടെങ്കിൽ ആ ലോക്ക് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്, അല്ലെങ്കിൽ പിന്നെ സോഫ്റ്റ്വെയർ ഒക്കെ മാറ്റിയാണ് ലോക്ക് അഴിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ലോക്കൊന്നുമില്ല, ഞാൻ അങ്ങനെ ഫോണിൽ ലോക്ക് ഇടാറില്ല. പെട്ടെന്ന് അത്യാവശ്യക്കാരെ വിളിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ലോക്ക് അഴിക്കാൻ പോകണ്ടേ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നു പോയാൽ അതും പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ ലോക്കൊന്നും ചെയ്തിട്ടില്ല. സാധാരണക്കാരനാണല്ലോ നമ്മുടെ സച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോക്കും ചെയ്തിട്ടില്ല. അങ്ങനെ ആകെപ്പാടെ പ്രശ്നത്തിലായി നമ്മുടെ സച്ചി ടെൻഷൻ അടിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഫോണ് കൊണ്ട് കളഞ്ഞപ്പോൾ സമാധാനമായില്ലേ? നീ കാരണം തന്നെയാണ്, കുടിച്ചു കൂത്താടി നടന്നു നീ, അതുകൊണ്ടല്ലേ നിന്റെ ഫോണ് പോയത്. അല്ലെങ്കിൽ ഫോണല്ല, നിന്റെ എല്ലാം പോണം, എന്നാലേ നീ പഠിക്കത്തുള്ളൂ. നിനക്ക് തന്നെ കുടിച്ചാൽ പോരെ, നീ എൻ്റെ മക്കളെയും കൂടെ കൊണ്ട് കുടിപ്പിക്കുകയല്ലേ ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രീകാന്തും അതുപോലെ സുധിയും കൂടെ ഈ ഒരു പാർട്ടിക്കിടയ്ക്ക് ഇച്ചിരി മദ്യപിച്ചായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദേഷ്യവും കൂടി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ നമ്മുടെ ചന്ദ്രയ്ക്ക്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഫോൺ പോട്ടെ, ഇനിയിപ്പോൾ എന്താ, എനിക്കല്ലെങ്കിൽ സന്തോഷമായി എന്ന് പറഞ്ഞ് നടക്കാം. അപ്പോൾ സച്ചിക്കാണെങ്കിൽ പേടി കിട്ടോ, ഇനി ഈ ഫോണിൽ ഇത് ലീക്കാവുമോ. അപ്പോൾ സച്ചി മഹേഷിനോട് പോയി പറയുന്നുണ്ട്, എടാ ഇനിയിപ്പോൾ എന്താടാ ഞാൻ ചെയ്യേണ്ടത്, ഇത് ലീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, അറിയാലോ പോലീസ് കേസ് വരെ ആകും, അത് രേവതിക്കും പ്രശ്നമാണ്. ഇതിപ്പം വല്ലാത്ത പ്രശ്നമായി പോയല്ലോ എന്ന് പറയുമ്പം മഹേഷൊക്കെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കുമ്പോൾ രേവതി ചോദിക്കും, ഒരു ഫോൺ പോയി എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്?
ഇത്രമാത്രം എന്താ ഫോണിൽ ഉണ്ടായിരുന്നത്? അത് പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മാത്രമല്ല എന്നെ എല്ലാവരും ഓട്ടം വിളിക്കുന്ന ആ ഫോണിലാണല്ലോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതിനെന്തിനാ സച്ചേട്ടൻ വിഷമിക്കുന്നത്? സച്ചേട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് നമ്പർ മാറ്റാൻ പറ്റും. നമുക്ക് ആ നമ്പർ തന്നെ, പുതിയ സിം എടുക്കുമ്പോൾ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. അതൊന്നും പ്രശ്നമാക്കണ്ടെന്ന് പറയാം. പക്ഷെ സച്ചിക്ക് അതൊന്നും അല്ലല്ലോ പ്രശ്നം. ഈ ഒരു വീഡിയോ ലീക്ക് ആകുമോ എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു വീഡിയോ ലീക്ക് ആകുന്നുണ്ട്. നമ്മുടെ ആന്റണിക്ക് ഈ വീഡിയോ കിട്ടുകയാണ്. വേറെ ആരുടെയും കയ്യിലല്ല കിട്ടുന്നത്, ആന്റണിയുടെ കയ്യിലാണ് കിട്ടുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. ഈ ആന്റണി ആരാണെന്ന് ഞാൻ നിങ്ങളോട് എടുത്ത് പറയണോ? ആന്റണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിയുടെ അല്ല, ശരത്തിന്റെ കൂടെ ആ ഒരു ഗുണ്ടയുണ്ടല്ലോ, പലിശക്കാരൻ, ആ പുള്ളിക്കാരനാണ് ആന്റണി. അപ്പൊ നമ്മുടെ ശരത്തിനോട് ഈ ആന്റണിക്ക് കുറച്ച് ദേഷ്യവും പകയും ഒക്കെ ഉണ്ട്. സച്ചിയോടും ഉണ്ട്, രേവതിയോടും ഉണ്ട്. അപ്പൊ ഇവരെ ഒന്ന് നാണം കെടുത്താൻ പറ്റിയ അവസരമല്ലേ. ശരത്തിനോട് വലിയ ദേഷ്യമൊന്നും ഇല്ലെങ്കിൽ രേവതിയോട് ഭയങ്കര ദേഷ്യമാണ്. രേവതി അവിടെ ഒരു ദിവസം ആ ഒരു സ്ഥാപനത്തിൽ ചെന്ന് നമ്മുടെ രേവതി വഴക്കുണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. പോരാഞ്ഞിട്ട് സച്ചി തല്ലി. അപ്പൊ ഇതെല്ലാം കിടക്കാണ്. അപ്പം പിന്നെ ഇവരുടെ കുടുംബത്തെ നാണം കെടുത്താൻ പറ്റുന്ന അവസരം പാഴാക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ആന്റണിക്ക് ഇത് കിട്ടി. ആന്റണിക്കാണ് ഈ ഒരു വീഡിയോ കിട്ടിയത്. ഈ ഒരു വീഡിയോയും കിട്ടി. ഈ ഒരു വീഡിയോ എന്ത് ചെയ്തു നമ്മുടെ ആന്റണി? ഇത് ആന്റണി ലീക്കാക്കാണ്, അതായത് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ്. അപ്പം അത്യാവശ്യം ഇച്ചിരി തിളങ്ങി നിൽക്കുന്ന ഒരു യൂട്യൂബറിനെ പരിചയപ്പെടുന്നു നമ്മുടെ ആന്റണി. എന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആന്റണി ആ യൂട്യൂബറിന്റെ കയ്യിൽ ഈ ഒരു വീഡിയോ കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു വീഡിയോ കൊടുക്കുന്നു. ആ യൂട്യൂബർ എന്ത് ചെയ്യുന്നു? ഇതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടൊക്കെ വൈറലാക്കുകയാണ് കേട്ടോ. ആദ്യമൊന്നും രേവതിയുടെ കയ്യിൽ എത്തുന്നില്ല ഈ വീഡിയോ. ചന്ദ്ര അറിയുന്നില്ല, സച്ചി അറിയുന്നില്ല, ആരും അറിയുന്നില്ല. ഒരു കാര്യമുണ്ട്, ഇത് പതുക്കെ പതുക്കെ അല്ലേ എല്ലാവരിലും എത്തത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സച്ചിക്ക് ഒരു ഓട്ടം കിട്ടുകയാണേ. അപ്പൊ നല്ലൊരു ഓട്ടമാണ്. പിന്നെ തിരുപ്പതിക്ക് അവിടെയും കണ്ടാണ് ഓട്ടം കിട്ടുന്നത്. അപ്പം കുറച്ച് കാശ് കയ്യിൽ വന്നാൽ ഇനി ഒരു പുതിയ ഫോണും മേടിക്കണം. അപ്പം രേവതിയോട് പറയുകയാണ്, ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, വേണ്ട സച്ചേട്ടാ, സച്ചേട്ടൻ എന്തിനാ ഇത്രയ്ക്ക് കഷ്ടപ്പെടുന്നത്? ഫോണ് നമുക്ക് എങ്ങനെയും മേടിക്കാം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ശരിയാവത്തില്ല, പലിശ പൈസ കൊടുക്കണം, അതുപോലെ CC ഇതൊക്കെ ഉണ്ടല്ലോ നമുക്കിപ്പം. അതുകൊണ്ടൊരു കാര്യം ചെയ്യുന്നീ, ഞാൻ 2-3 ദിവസത്തിനോട് വരുമല്ലോ, നല്ലൊരു ട്രിപ്പാണ് കിട്ടിയേക്കുന്നത്, മിസ്സാക്കി കളയുന്നില്ലെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി പോവാണ്. അപ്പൊ സച്ചിയുടെ കയ്യിൽ ഫോണില്ല. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഞാൻ ഫോൺ തരാം, എൻ്റെ ഫോൺ ഇപ്പം തൽക്കാലം കൊണ്ടൊക്കെ സച്ചേട്ടാന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഫോണ് മേടിച്ച് വിളിച്ചോളാം എന്ന് പറയാം. അപ്പൊ രവീന്ദ്രനും പറയുന്നുണ്ട്, എടാ നീ ഫോണ് കൊണ്ടുപോടാ, എൻ്റെ ഫോൺ കൊണ്ടുപോ. സച്ചി ആരുടെയും ഫോൺ മേടിക്കുന്നില്ല. സച്ചി വേണ്ട, ഫോണൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രേവതി കിച്ചണിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മനെ ജോലി ചെയ്യുന്നതിനിടയിൽ അടിച്ചുവാരിയും ചൂലും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൂത്ത് വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ അല്ല രേവതിയുടെ തലയിൽ വന്നൊരു പല്ലി വീണു. പല്ലി വീണപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ രേവതി അതിന് ഒരൊറ്റ തട്ട് തട്ടി. അത് നേരെ ചെന്ന് വീണത് നമ്മുടെ ചന്ദ്രയുടെ കയ്യിലേക്ക്. ഇത് ഒരൊറ്റ തട്ട് തട്ടി അത് ചെന്ന് വീണത് പിന്നെ നമ്മുടെ സുധിയുടെ കയ്യിലോ കാലിലോ എവിടെ കണ്ട് വന്ന് വീണു. കയ്യില, ചന്ദ്രയുടെ ഷോൾഡറിലാട്ടോ വന്ന് വീണത്. പിന്നെ തട്ടിയപ്പോഴത്തേക്കും നമ്മുടെ സുധിയുടെ കയ്യിലും വന്ന് വീണു. അങ്ങനെ ആകെപ്പാടെ അവിടെ വഴക്ക്. നിന്റെ മേത്ത് വീണ പല്ലീനെ നീ എന്തിനാ എൻ്റെ മേത്ത് തള്ളിവിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയ്ക്കൊരു ചെറുത് കിട്ടിയാൽ മതിയല്ലോ രേവതിനെ പഴിക്കാനായിട്ട്. അപ്പൊ ഇതിനിടയിലാണ് രേവതി പറയുന്നത്, അയ്യോ ഈ പല്ലി ദേഹത്ത് വീണാൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നപ്പം ചന്ദ്രൻ പറഞ്ഞു, അത് ശരിയാണല്ലോ, നീ മനഃപൂർവ്വം എനിക്ക് പ്രശ്നം വരുത്തി വെക്കാൻ വേണ്ടിയല്ലേ നീ ആ പല്ലീനെ എൻ്റെ ദേഹത്തേക്ക് തള്ളിയിട്ടതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ആ അതെ അതെ അതെ, മനഃപൂർവ്വം പ്രശ്നങ്ങൾ വരുത്തി വെക്കാൻ വേണ്ടി പല്ലിയോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ അടിച്ചു വാരുമ്പോൾ എൻ്റെ തലയിൽ വന്ന് വീഴണമെന്നും, അപ്പം ഞാനത് തട്ടി എൻ്റെ അമ്മായിയമ്മയുടെ ദേഹത്തിടുന്നു, അത് പ്രകാരമാണ് പല്ലി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ രേവതി കളിയാക്കുക. അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു, നീ കൂടുതൽ കളിയാക്കണ്ട, നിന്റെ നാക്കും കൊണ്ടാണ് നീ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പം രേവതി പറഞ്ഞു, എനിക്ക് നാക്കേലും ഉണ്ടല്ലോ, ഞാൻ അതുകൊണ്ടെങ്കിലും ഒന്ന് പിടിച്ചു നിന്നോട്ടെ എൻ്റെ പൊന്നമ്മായിയമ്മേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട് പറഞ്ഞു, അല്ല നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ ഈ ഫോണിലൊക്കെ അടിച്ചു നോക്കാൻ പറ്റും, തലയിൽ വീണാൽ എന്താ പ്രശ്നം, കയ്യിൽ വീണാൽ എന്താ പ്രശ്നം, അപ്പൊ ചില സമയത്ത് ഇത് വീഴുന്നത് നല്ലതൊക്കെ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പം എനിക്ക് പിന്നെ ശ്രുതി നീ അടിച്ചു നോക്കാൻ പറയാം. അങ്ങനെ ശ്രുതി അടിച്ചു നോക്കുവാണ് കേട്ടോ ഫോണില്. അങ്ങനെ ഫോണിൽ അടിച്ചു നോക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ കയ്യിലാണ് വീണത്. അപ്പം കയ്യിക്കകത്ത് പല്ലി വീണാൽ എന്ത് സംഭവിക്കും? കൈക്കകത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ, ഇനി അങ്ങോട്ടേക്ക് നല്ല ദിവസങ്ങളാണ് എന്നാണ് അതിലകത്ത് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് സന്തോഷം. അപ്പം ചന്ദ്ര പറഞ്ഞു, തോളിൽ വീണാൽ എന്ത് സംഭവിക്കും, അതൊന്നും നീ ഒന്ന് നോക്കിക്കേ. അപ്പോഴത്തേക്ക് നോക്കി, ഇപ്പം സന്തോഷകരമായ കുറച്ച്
വാർത്തകൾ കേൾക്കും, അതുപോലെ തന്നെ മനസ്സിന് സമാധാനം കിട്ടുന്ന കുറച്ച് വാർത്തകൾ വരും എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് സന്തോഷം. അപ്പോൾ രേവതി പറഞ്ഞു, ശ്രുതി തലയിൽ വീണാൽ എന്ത് പറ്റുമെന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പല്ലി തലയിൽ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കപ്പെടും, എല്ലാവരും നമ്മളെ കളിയാക്കും, അപമാനിക്കപ്പെടും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇത് കേട്ടും രേവതിക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ, ഭയങ്കര സമാധാനക്കേട്. അപ്പോൾ രേവതി ഇതങ്ങ് മനസ്സിലങ്ങ് അങ്ങോട്ട് ഉൾക്കൊണ്ടു. കാരണം വേറൊന്നുമല്ല, പല്ലി തലേ വീണ ഇനിയിപ്പോൾ എന്തായിരിക്കും, എവിടെയായിരിക്കും താൻ അപമാനിക്കപ്പെടുന്നതെന്നൊക്കെയുള്ള ആ ഒരു ചിന്തയാണ്. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ രേവതി ദേവുവിനെ ഫോൺ വിളിച്ചിട്ട് സച്ചിക്ക് ഒരു ഫോൺ മേടിക്കുന്ന കാര്യം പറയും. ഒരു ഫോണിന് എത്ര രൂപയാകും, ഒരു നല്ല ഫോണിന് ചോദിക്കുമ്പോഴത്തേക്കും ദേവു പറഞ്ഞു ഒരു 10-17 രൂപയാകും എന്ന് പറയുമ്പോൾ ആർക്കാന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ സച്ചേട്ടൻ്റെ ഫോണ് താഴെ വീണതല്ല, കാണാതെ പോയി. അപ്പോൾ അതുകൊണ്ട് വേറൊരു ഫോൺ മേടിച്ച് കൊടുക്കണം സച്ചേട്ടൻ വരുമ്പോൾ. ഓ, സർപ്രൈസ് കൊടുക്കാനാണോ? സർപ്രൈസൊക്കെ ആയിട്ട് കൊടുക്കാം, പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇനി വേണം, അത് ഞാൻ എന്നാൽ പിന്നെ ആരോടെങ്കിലും ഒന്ന് കൂട്ടുകാരികളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൂട്ടുകാരികളുടെ അടുത്ത് ചോദിക്കാൻ പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ കൂട്ടുകാരികളോട് ചോദിക്കുകയാണ് പൈസയ്ക്ക് വേണ്ടി. ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് പൈസ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൈസയൊക്കെ കിട്ടിയിട്ട് നമ്മുടെ രേവതി ഈ ഒരു ഫോണൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സച്ചി വരുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ, പല്ലി ഇങ്ങനെ ദേഹത്ത് തലയിൽ വീണ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അപമാനിക്കപ്പെടുന്ന പറയുന്നത് സച്ചേട്ടാന്ന് പറയുമ്പം, എൻ്റെ പൊന്ന് രേവതി, നീ അതൊക്കെ അന്ധവിശ്വാസമാണ്, നീ അതൊന്നും വിശ്വസിക്കാതിരിക്കുക. എന്തിനാ ഇതൊക്കെ വിശ്വസിക്കുന്നത്? പല്ലി നമ്മുടെ തലയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പം പല്ലിയുടെ മേത്ത് നമ്മൾ വീണ് കഴിഞ്ഞാൽ പല്ലി ചത്തുപോകും, അതാ സംഭവിക്കാൻ പോകുന്നത്. നീ കൂടുതൽ ഈ പല്ലീനെയും പാറ്റേനെയൊക്കെ വെച്ച് നീ ഇങ്ങനെ കമ്പയർ ചെയ്യാതെ നിനക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ആന്റണീനെ വീണ്ടും കാണിക്കുകയാണ്. അപ്പോൾ ആന്റണി ഈ ഒരു ഇത് ലീക്കാക്കി ഇത് ഇങ്ങനെ കൈമാറി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇതിങ്ങനെ കൈമാറി നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും ഒക്കെ കയ്യിലെത്തുകയാണ്. ആദ്യം ശ്രുതിയുടെ കയ്യിലാണ് ഈ വീഡിയോ എത്തുന്നത്. അപ്പൊ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതി ഇതിനിടയിൽ ചെറിയൊരു കളിയൊക്കെ കളിക്കുന്നുണ്ട് നമ്മുടെ ആന്റണിയുടെ കൂടി. കാരണം ശ്രുതിക്കറിയാം ഈ ഫോൺ എങ്ങനെയാണ് മിസ്സായതെന്നും ആരുടെ കയ്യിലാണ് ഈ ഫോൺ കിട്ടിയതെന്നും. ശ്രുതിയുടെ ഒരു ചെറിയൊരു മാസ്റ്റർ പ്ലാനിങ് ഒക്കെ തന്നെയാണ് ഇത്. നമ്മുടെ രേവതിനെയും രേവതിയുടെ കുടുംബത്തെയും ഒക്കെ അപമാനിക്കാൻ വേണ്ടി ശ്രുതിയും കൂടെ കൂട്ടു നിൽക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. തെമ്മാടിത്തരം എന്നല്ലാതെ എന്താല്ലേ പറയുക, എന്ത് ദ്രോഹമാണ് ശ്രുതിയോട് നമ്മുടെ രേവതി ചെയ്തത്. ഏതായാലും രേവതിക്ക് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ പല്ലി തലയിൽ വീണതുപോലെ തന്നെ അപമാനിക്കപ്പെടേണ്ട കുറച്ച് ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ശരത്തിനെ പോലീസ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ലീക്ക് ആകുന്നതോടെ ശരത്തിനെ പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ആകുന്നുണ്ട്. ഏതായാലും ചന്ദ്ര തന്നെ ഈ കേസ് പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത വിശേഷത്തിൽ കണ്ടാൽ പോരെ. അപ്പം ബാക്കി കഥ ഞാൻ അടുത്ത വിശേഷത്തിൽ പറയാട്ടോ, ഒത്തിരി നീട്ടിക്കുറുക്കി പറയുന്നില്ല ഞാൻ. അപ്പം ഈ ഒരു വിശേഷം തന്നെ ഒരു 2-3 ദിവസം ഓടാനുള്ള കഥയാണ് ഞാനിപ്പോൾ ചുരുക്കി പറഞ്ഞത്. ഒരു 2, 3, 4 ദിവസമൊക്കെ ചിലപ്പോൾ ഈ കഥ ഇത്രയും ഓടും. ഞാൻ ചുരുക്കി എല്ലാ ഡയലോഗും കേൾക്കാതെ ചുരുക്കി അങ്ങ് പറഞ്ഞതാണ്. നമ്മുടെ ഫുൾ വിശേഷത്തിൽ നമ്മൾ ഡയലോഗ് സഹിതം ഇടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പം ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. നമ്മൾ ഇന്ന് ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇഷ്ടവിശേഷങ്ങളുമായിട്ട്, നിങ്ങളുടെ ഇഷ്ടവിശേഷമായ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.